കിട്ടി. രാഹുലിനെതിരെ മുട്ടൻ തെളിവ് കിട്ടി. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ക്രൈംബ്രാഞ്ച് ദക്ഷിണേന്ത്യയിലാകെ ഓടി നടക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ സൗരജീവിതത്തെ സാരമായി ബാധിക്കുന്ന ലോ ആൻഡ് ഓർഡർ സംവിധാനങ്ങൾക്ക് മുടിഞ്ഞ വെല്ലുവിളി ഉയർത്തുന്ന രാഹുലിൻ്റെ അവിഹിതവും അതുമായി ബന്ധപ്പെട്ട ആ അവിഹിത ഗർഭവും ഗർഭചിത്രവും കണ്ടുപിടിക്കുക. ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ രാഹുലിൻ്റെ പഴയ ഒരു കീറിയ ജട്ടിയെങ്കിലും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ പായുന്നത്. കണ്ടുപിടിക്കുന്നവർക്ക് വരുന്ന സ്വാതന്ത്ര്യദിനത്തിൽ മുഖ്യമന്ത്രിയുടെ മടലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനായി അവർ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഉണ്ടാക്കി കഴിഞ്ഞു. ഓപ്പറേഷൻ കള്ളവടി എന്നാണ് അതിന് രഹസ്യമായി പേരിട്ടിരിക്കുന്നത്. രാഹുലുമായി എന്തെങ്കിലും പരിചയമുള്ള, കഴിഞ്ഞ 3.5 വർഷത്തിനുള്ളിൽ പ്രസവിച്ച സ്ത്രീകളുടെ കുട്ടികളുടെ മുഖച്ഛായ വെച്ച് കണ്ടുപിടിക്കുവാൻ, നോക്കി ഊഹിക്കുവാൻ പ്രത്യേക പരിശീലനം നേടിയ പോലീസുകാർ രംഗത്തിറങ്ങിയെങ്കിലും ഇതുവരെ ഒന്നും സെറ്റായിട്ടില്ല. ഓരോ വീടുകളിൽ ചെന്ന് ചേച്ചി അടുത്ത കാലത്തെങ്ങാനും കലക്കിയിരുന്നോ എന്നൊക്കെ പോലീസ് എന്ന് ചോദിച്ചപ്പോൾ ഫ എന്ന് ആട്ടിവിട്ടു എന്നാണ് വിവരം. അവസാനം വന്ന് ആരോപണം പറഞ്ഞവരും വലിയ വായിൽ നിലവിളിച്ചവരുമെല്ലാം വണ്ടി വിട്ടതോടെ ദിവ്യഗർഭം കണ്ടെത്തേണ്ടുന്നത് ആത്യന്തികമായി കേക്കച്ചൻ്റെ ഉത്തരവാദിത്തമായി മാറി. അങ്ങനെ കേക്കച്ചൻ ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെ തന്നെ ഇതിനായി അങ്ങ് കളത്തിലിറക്കി. അവർ തപ്പി വന്നപ്പോൾ കന്റോൺമെന്റ് ഹൗസിന്റെ പുറകിൽ നിന്നും 2-3 മുഴുത്ത തൊണ്ടികൾ കിട്ടി. അതിലൊന്ന് ഇതായിരുന്നു. കേക്ക് മുറിക്കുന്നതിന് മുമ്പ് പൊതിയഴിച്ചപ്പോൾ ആ തിരക്കിനിടയിൽ തിരികെ കൊണ്ടുപോകുവാൻ മറന്നതാണ് എന്നതാണ് കരക്കമ്പി. പിന്നെ വേറൊരു കിടിലൻ സാധനവും കിട്ടി. പോകാൻ കാറ്റ് മാത്രമേ ഉള്ളൂ എങ്കിലും മലര് കാറ്റിനെ പോലും പേടിക്കണം എന്ന് പറഞ്ഞ് ഇടാൻ മേടിച്ചതാണത്രേ. ക്ലോസറ്റിലിട്ടാൽ ഷെർലക് ഹോംസ് പിടിക്കും എന്ന് പറഞ്ഞ് ഊരി ജനലിലൂടെ പുറത്തെറിഞ്ഞതാണ്. വേറെ ഒരു അളിഞ്ഞ തൊണ്ടി കൂടി ആ തെണ്ടികൾക്ക് കിട്ടി. പണ്ട് ആവതില്ലാതെ നടന്ന കാലത്ത്, കീറിയ ചട്ടിയുമായി നടന്ന കാലത്ത്, താരകപ്പണ്ണിൻ്റെ അടുത്ത് പോയപ്പോൾ പിഞ്ചിയ ഷഡ്ഡിയും ഇട്ടെൻ്റെ അടുത്ത് വന്ന കാച്ചപ്പൻ എന്ന ആ ചരിത്രപ്രസിദ്ധമായ പ്രഖ്യാപനത്തിലെ വില്ലനായ ആ തൊണ്ടിയാണിത്. കാര്യമെല്ലാം കഴിഞ്ഞ് ഇരട്ടത്ത് ലോട്ടറി ടിക്കറ്റ് ചുരുട്ടിക്കൊടുത്ത് തേക്കാൻ നോക്കിയപ്പോൾ താരകപ്പൺ അന്ന് ഊരി വെപ്പിച്ച മുതല് കേക്കച്ചൻ മുതലും പലിശയും കൊടുത്ത് തിരികെ എടുപ്പിച്ച് ഭദ്രമായി കൊണ്ട് അയ്യത്ത് കളഞ്ഞതാണ്. അതാണിത്. ഈ തൊണ്ടികൾ രാഹുലിൻ്റെ ആണെന്നും പറഞ്ഞ് ഇപ്പോൾ കത്തിച്ചാൽ നിന്ന് കത്തിക്കോളും. മരം മുറിച്ചാനിലെ പിതാവിന് കൃത്യം 7 ദിവസം അരനാഴിക മുമ്പ് ജനിച്ച അമരശിരസ്കന് കൊടുത്താൽ ബാക്കിയുള്ള കഥ അവൻ മെനഞ്ഞെടുത്തു കൊള്ളും അത്രേ. പ്രിയമുള്ളവരെ, ഇത്രയുമൊക്കെ ആയിട്ടും ഈ കേക്കച്ചൻ്റെ മുതുകഴുപ്പിന് യാതൊരു ശമനവുമില്ല. കാരണം അഡ്വാൻസ് മേടിച്ചു പോയി. കോൺഗ്രസ് പ്രവർത്തകരാരും പരസ്യ പ്രതികരണം നടത്തരുത് എന്ന് കേക്കച്ചൻ്റെ ചെരുപ്പ് നക്കികൾ ഇന്നലെ പ്രഖ്യാപിച്ചത് കൊണ്ടാവണം ഒരിക്കലുമില്ലാത്ത വിധം പ്രതികരണങ്ങളാണ് ഞങ്ങൾക്കിന്ന് രാഹുൽ വിഷയത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാഹുലിന് നീതി തേടിയുള്ള മിഷൻ 60യുടെ 17ാം ദിനം. i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. എന്റെ പേര് സണ്ണി എന്നാണ്. ഞാൻ മുളന്തുരുത്തി നിന്ന് വർത്തമാനം പറയുന്നത്. അതായത് BD സതീശൻ എന്ന് പറയുന്ന തെണ്ടിക്ക് അവള് എന്ന് പറയുന്ന അവന് അച്ഛനെ പോലെയാണെന്നും അവള് BD സതീശന് മകളെ പോലെയാണെന്നും പറയുന്നുണ്ട്. അപ്പൊ ആ മകളുടെ അമ്മ എന്തു പറയും അവനെ പറ്റി? എന്റെ ഭർത്താവിനെ പോലെയാന്ന് പറയലേ? അങ്ങനെയുള്ള അവന് ആ തെണ്ടിക്ക് എന്താ അവകാശമുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാനുള്ള എന്താ അവകാശമുള്ള തെണ്ടിക്ക്? അവൻ പാലക്കാട് നിന്ന് ജയിച്ചു വന്ന ജനങ്ങളാ വോട്ട് ചെയ്താണ്. അല്ല BD സതീശനും അവന്റെ പറവൂർ ശാന്തയും അല്ല വോട്ട് ചെയ്തേക്കണേ. അതൊന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള അവന് നിയമസഭ വരാൻ പറ്റിയതെന്ന് പറയാൻ ഇവൻ ആരാണ്? ഇവിടുത്തെ രാജാവോ? കേരളത്തിന്റെ രാജാവോ? അവൻ ഇവന് പ്രതിപക്ഷ നേതാവാന്ന് പറഞ്ഞിരുന്നിട്ട് അവൻ ഇത്രയും നാളും പിണറായി വിജയൻ കാണിച്ച തെമ്മാടിത്തരത്തിന് എന്തെങ്കിലും അവൻ ചെയ്തിട്ടുണ്ടോ? അവനൊക്കെ കരിമണ്ണൽ കർത്താടയിൽ നിന്നൊക്കെ കാശും മേടിച്ച് അവൻ കാശുണ്ടാക്കിക്കൊണ്ട് നടക്കണം. അല്ലാതെ അവൻ പ്രതിപക്ഷ നേതാവാന്ന് പറയുന്നതിന് എന്തെങ്കിലും അവൻ അടിസ്ഥാനപരമായിട്ട് അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിന് അവൻ എടുക്കുന്നില്ലെങ്കിൽ ആ തെണ്ടിനെ കോൺഗ്രസിൽ നിന്ന് വിളിച്ചടിക്കണം. അത് എനിക്ക് പറയാനുള്ളൂ. പേര് തോമസ്. ഇപ്പോൾ പിന്നെയും ഭയങ്കര അറ്റാക്ക് കൂടിക്കൊണ്ടിരിക്കുവാണല്ലോ, ഉള്ള സത്യവും കള്ളവും എല്ലാം വെച്ചിട്ട്. അന്നേരം എൻ്റെ അഭിപ്രായത്തിൽ എന്തായാലും മാങ്കൂട്ടം നിയമസഭയിൽ പോകണം. പക്ഷെ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 5000 പേരെങ്കിലും അടൂരിൽ നിന്ന് അനുഗമിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വണ്ടികളിലായിട്ടോ എങ്ങനെയെങ്കിലും. പിന്നെ വഴിയിൽ
സ്വീകരണം വേണം. അങ്ങനെയാകുമ്പം ആ പൊളിറ്റിക്കൽ പവർ വരുമ്പം രാഹുൽ മാങ്കൂട്ടത്തെ കൂടുതൽ ഉപദ്രവിക്കാൻ താല്പര്യം കുറയുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ തിരിച്ചു വരുമ്പോൾ അതിലും കൂടുതൽ ആൾക്കാർ തിരിച്ച് കൊണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. അതിൽ പിന്നെ ഇതൊരു നോൺ പൊളിറ്റിക്കൽ പാർട്ടി മൂവ്മെന്റ് ആയിട്ട് ഒരു പിണറായിയുടെ ക്രിമിനൽ മാഫിയക്കെതിരെയുള്ള മൂവ്മെന്റ് ആയിട്ട് അതിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ പണ്ടത്തെ മുഖ്യമന്ത്രിമാരുടെ ഫോട്ടോസൊക്കെ വെച്ച് രണ്ടുപേരുടെയും AK ഗോപാലനും നായനാരും അച്യുതാനന്ദനും അതിൻ്റെ കൂടെ കരുണാകരനും ഉമ്മൻചാണ്ടിയും കെ ആന്റണിയും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഇവരുടെയൊക്കെ ഇത് വെച്ച് പോകുമ്പോൾ അല്ലെങ്കിലും വരുമ്പോൾ അങ്ങനെ പ്രസന്റ് ചെയ്താൽ അതൊരു ജനറൽ ഇഷ്യൂ ആയിട്ട് വരും, അല്ലെങ്കിൽ അത് കോൺഗ്രസിന്റെ മാത്രം ഇഷ്യൂ ആയിട്ട് വരും. അങ്ങനെ ഒരു മീഡിയ പ്രൊപ്പഗണ്ടയും മാനിപ്പുലേഷനും ഉണ്ടെങ്കിൽ അത് സഹായിക്കുന്നതാണ് എൻ്റെ ഒരു തോന്നല്. അല്ലാതെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് റെലവെന്റ് ആയ ഇഷ്യൂ അല്ല. രാഹുൽ ഇപ്പം 35 വയസ്സുണ്ട്, സ്ത്രീകളുമായിട്ട് പുള്ളിക്കാരന് താല്പര്യമുണ്ട്, പ്രേമിച്ചിട്ടുണ്ട്, അവർ തമ്മിൽ പിന്നെ ഇടപെട്ട് കാണും, അതൊന്നും ഒരു ഇഷ്യൂ അല്ല. അതൊക്കെ നാച്ചുറലായിട്ട് ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ പിന്നെ പബ്ലിക് ഒരു ഇലക്ട് ചെയ്ത ശേഷം അതിൽ ശ്രദ്ധ കാണണം. എന്ന് വെച്ചാൽ ബ്ലാക്ക് മെയിലൊക്കെ വിധേയമാവും ഇലക്ട് ചെയ്ത ശേഷം. ഇപ്പോൾ ഈ പ്രശ്നം സെറ്റിൽ ചെയ്തിട്ട് രാഹുൽ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. പക്ഷെ പീപ്പിൾസ് പവർ ഉപയോഗിക്കണം. ഒരു കുറെ ആൾക്കാർ അനുഗമിച്ച് പോകണം. തിരിച്ചു വരുമ്പോഴും അതിനെക്കാട്ടി ആൾക്കാർ തിരിച്ചു വരണം. പിന്നെ ഈ പൊളിറ്റിക്കൽ സ്റ്റാൾവാർട്സിന്റെ ഫോട്ടോസൊക്കെ വെച്ച് ഇതൊരു കോമൺ ഇഷ്യൂ ആക്കി എടുക്കണം. എന്നാലേ അതിന്റെ ഒരു പ്രൊപ്പഗണ്ട വാല്യൂ വരത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ ഈ കള്ളന്മാര് പിണറായിയുടെ മോള് VD സതീശൻ, രമേശ് ചെന്നിത്തല ഇങ്ങനെയുള്ളവരുടെ അവര് എന്താ പറയേണ്ടത് കൈക്ക് പൂട്ടിട്ട ചിത്രം വെച്ചിട്ട് അവരെ മാക്സിമം നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്ത് പോണം എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. സാറേ, രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ട നാൾ മുതൽ ഈ മറ്റേ പാർട്ടിക്കാരെല്ലാം ഇങ്ങോട്ട് തിരിഞ്ഞതായിരുന്നു. അവരെല്ലാം പറഞ്ഞു നല്ല പിള്ളേരാ അതുങ്ങൾ, അവരൊക്കെ നമ്മുടെ നാടിന് നല്ലതാ, മുഖ്യമന്ത്രി വരെ ആകാനുള്ള കഴിവുള്ള പിള്ളേരാ അവരെയൊക്കെ കണ്ട് ഒത്തിരി തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ കോൺഗ്രസിന് സ്ഥാനമില്ല. ഇനി എല്ലാരും ഇപ്പം ഞങ്ങളോടൊക്കെ പറഞ്ഞിരിക്കുക കമ്മ്യൂണിസ്റ്റിന് ചെയ്യണ്ട, BJPക്ക് കൊടുത്തോളാൻ പറഞ്ഞു. ഇനിയിപ്പം ഞങ്ങൾ BJP ഒക്കെ കയറ്റാൻ നോക്കും എല്ലാരും അങ്ങനെ പറയുന്നത്. ഇപ്പം കമ്മ്യൂണിസ്റ്റ് ഞങ്ങളെല്ലാരും കോൺഗ്രസിന്റെ കയറ്റണം എന്നും പറഞ്ഞായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാ. ഇപ്പൊ ഇങ്ങനെ തന്നെയാ പറയുന്നത്. ഇവര് ആ സതീശൻ സാറിനെയൊക്കെ എന്തോ കെറുവാ മനുഷ്യനെന്നറിയാം. മനുഷ്യര് പറയുന്ന വർത്തമാനങ്ങൾ കേൾക്കണം എന്തൊക്കെയാണെന്ന്. ആ പെണ്ണിന്റെ കൂടെ നിന്നുള്ള കൈക്ക് മുറിയും തീറ്റിയും ഒക്കെ കണ്ട് എന്തൊക്കെയാ അപരാധങ്ങളായി മനുഷ്യര് പറയുന്നറിയാമോ സാറേ? ആ കൊച്ചിനെയൊക്കെ വെറും പച്ച കള്ളമാ, ആ കൊച്ചിന്റെ കള്ളമോ അതൊക്കെ വെറും കള്ളമാ അതൊക്കെ. അതിനെയൊക്കെ തിരിച്ചെടുത്തില്ലെങ്കിൽ കോൺഗ്രസ് എപ്പം താന്നു പോയെന്ന് ചോദിക്കേ വേണ്ട. ഇല്ലെങ്കിൽ സാറ് നോക്കിക്കോ, ഞാൻ പറയുന്നത് കള്ളത്തരമാണെന്ന്. ഞാനാണ് എനിക്ക് ഒരു പാർട്ടിയിലും ഞാൻ നിൽക്കുന്നതല്ല. ഞാൻ നല്ലതെന്ന് കാണുന്ന പാർട്ടിയിലേ ചെയ്യാറുള്ളൂ. ഞാൻ പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചെയ്യത്തില്ല, എനിക്ക് ഇഷ്ടമല്ല പാർട്ടിക്കാരെ, ഞാൻ ചെയ്യത്തുമില്ല. ഞാൻ കോൺഗ്രസും എനിക്ക് BJP എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇത് കോൺഗ്രസ്സാണ്. ഞാൻ സാറിനോടുള്ള സത്യം പറയുക, എങ്ങനെങ്കിലും ആ കൊച്ചിനെ കയറ്റുക. കോൺഗ്രസ് അതപ്പതിച്ചു പോകുന്നതിന് ഒരു തർക്കവും ഇല്ല. എല്ലാരും അതാ പറയുന്നത്. കോൺഗ്രസ് വേരറ്റ് പോകും കോൺഗ്രസിന്റെ. അത്ര കള്ളത്തരമായി ഇവർ ഈ പറഞ്ഞുണ്ടാക്കുന്ന ആ കൊച്ചിന്റെ പേർക്ക്. എന്ത് കള്ളത്തരമായി ഇപ്പൊ ഓരോന്ന് കൊണ്ടുപോയി പിന്നെയും പോയി ചെന്നും കാശ് കൊടുത്ത് പിന്നെയും കൊണ്ടുവരുന്നു ആൾക്കാര്. ഇങ്ങനൊക്കെ നിൽക്കാൻ പെൺപിള്ളേരുണ്ടല്ലോ, ഇവർക്കൊക്കെ അച്ഛനും അമ്മയും ഒന്നും ഇല്ലയോ ഇങ്ങനെ അനുസരണയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് വളർത്തുന്ന പെൺപിള്ളേര്? അനുസരണയുള്ള പെൺപിള്ളേരൊന്നും ഉത്തരവാദിത്തത്തോടെ വളരുന്ന പെൺപിള്ളേരൊന്നും ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുകയല്ല. ഇവർക്കൊക്കെ നാണം കേടില്ലയോ ജീവിതത്തിൽ, സമൂഹത്തിൽ ഇല്ലേ? സിനിമാ നടിയൊക്കെയാ അവരൊക്കെ എന്നെ അവളെ ഏറ്റവും വൃത്തികെട്ടത് കൂട്ടത്തിൽ കണ്ടത്. അവളാ ഏറ്റവും വൃത്തികെട്ടത്. അവിടെ വേഷവും ഈ തന്തയും തള്ളയൊക്കെ ഇതൊക്കെ നോക്കിയിരുന്ന് കണ്ട് രസിക്കുമായിരിക്കും. ഇങ്ങനത്തെ തന്തയും തള്ള ഞാനും അതുള്ള ഇവരെയൊക്കെ വിളിക്കുന്നുണ്ട് സാറേ. എനിക്കിപ്പം 2 പേരെ കിട്ടിയുള്ളൂ. ഞാൻ പറയുക, നിങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങൾ കാല് പിടിച്ച് യാചിക്കുക, ആ കൊച്ചിനെ എടുക്കണേ. അവൻ പാവം ഒരു കുഞ്ഞാവന്, അവൻ പാവം. അവന്റെ വർത്തമാനങ്ങളൊക്കെ കേട്ടോ, എന്ത് നല്ല അവന്റെ പ്രസംഗം കേട്ടിരിക്കാൻ ഒരു സുഖമുണ്ട്. അത്ര നല്ല പ്രസംഗം അവൻ പ്രസംഗിക്കുന്നു.
അതുകൊണ്ട് നമ്മുടെ നാട് ഞങ്ങളെല്ലാം പറഞ്ഞിരിക്കുവായിരുന്നു നാട് നല്ലതാകുമെന്ന്. സാറേ എങ്ങനെങ്കിലും ഞങ്ങൾ കാല് പിടിച്ച് ചായ്ക്കുക, ആ കൊച്ചിനെയൊക്കെ കൊണ്ടുവരാൻ നോക്കണേ. ലോകരാഷ്ട്രങ്ങളിലുള്ള മനുഷ്യർ മുഴുവനും പറയുന്നു, എങ്ങോട്ടിറങ്ങിയാലും മനുഷ്യരിതാ പറയുന്നത്. കോൺഗ്രസ് എങ്ങനെയാ നമ്മൾ കോൺഗ്രസിന് ചെയ്യണമെന്നും പറഞ്ഞിരിക്കുക, ഇനി അങ്ങോട്ടേ തിരിഞ്ഞ് നോക്കുക വേണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുക ചെയ്തേക്കണ്ട. ആ കൊച്ചു തിരിഞ്ഞ് വന്നില്ലെങ്കിൽ ഈ കോൺഗ്രസ് അതപ്പതിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു ഇതുമില്ല. സത്യമായിട്ട് എല്ലായിടത്തും ഈ കോൺഗ്രസ് തോക്കും. എൻ്റെ അപ്പച്ചയുടെ മോനൊക്കെ ഉണ്ട് ഈ ചെന്നിത്തലയുടെ അടുത്ത പാർട്ടിയാ. അവനോടൊക്കെ ഞാൻ പറഞ്ഞത്, അവൻ പറയാം നമ്മളെന്തോ ചെയ്യാനാടി, അവിടെ ഇരിക്കുന്ന അവരിങ്ങനെ കാണിക്കുന്ന. ഞാൻ അവരോടൊക്കെ വിളിച്ചു പറഞ്ഞു, നമ്മളെന്തോ ചെയ്യാനാ പറയതല്ലാതെന്ന് എന്നോട് അവൻ പറയുമായിരുന്നു. അവനൊക്കെ അവിടെ വരികയൊക്കെ ചെയ്തിട്ടുള്ളതാ. പറഞ്ഞിട്ട് എന്തോ ചെയ്യാൻ, നമ്മൾ പറയാവുന്നവരെ കൊണ്ടൊക്കെ പറയിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവരടുക്കുന്നില്ല അങ്ങോട്ട്. ഈ ചെന്നിത്തല, VD സതീശൻ, ഇവർ രണ്ടുപേരും ഇതിനകത്ത് കിടന്ന് കളിക്കുന്നത്. ഇവനെ കാത്തു കെട്ടിട്ട് ഇവർക്ക് എന്നാ കാര്യം സാധിക്കാനാ? ഇവർ രണ്ടും ആരാണ്ടോട് ഒത്തിരി കാശ് മേടിച്ചിട്ടുണ്ട്. അതാ ഇത്രയും ഇങ്ങനെ കാണിക്കുന്നത്. ദുബായ് യാത്രയൊക്കെ പോയി, അപ്പം അവിടെ ചെന്നപ്പോ ആരാണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ കുറെ കാശ് കിട്ടി. ഇതെല്ലാം കിട്ടിയിട്ടില്ലേ? ഇതെല്ലാം കൊണ്ടായിരിക്കും. എന്തോ ആയാലും ഇത് വലിയ കളിയാ കളിക്കുന്നത്. ഇപ്പൊ അതേ പോയിട്ട് പിന്നെ വരുവാ, പിന്നെ എങ്ങാട്ടൊന്ന് പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് പിന്നെ ഇറക്കുന്നു. ഇവളുമാർക്കൊക്കെ നാണമില്ലല്ലോ. ഇവളുമാരുടെ അച്ഛനെയും അമ്മയും പിടിച്ച് വേണം ആദ്യം 2 കൊടുക്കാൻ. മക്കളെ ചൊല്ലും ചോറും കൊടുത്ത് വളർത്തണമായിരുന്നു. അതിങ്ങനെ കണ്ടമാനം കാളകളെ അഴിച്ചു വിടുന്ന പോലെ പെണ്ണുങ്ങളെ കൂടി ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുക. അല്ല സാറേ, നമുക്ക് ഇതൊക്കെ കണ്ടാൽ കുറെ അറിയത്തില്ല. ഈയിടെ ഒരു അമ്മയ്ക്ക് കിടന്ന് പറയുന്നത് ഞാൻ കേട്ടതാ. ആ പെണ്ണിനെ ഇഷ്ടം പോലെ ചീത്ത പറയുന്നു. എന്റെ മോനെ രാവിലെ നിനക്ക് ഞങ്ങളുണ്ടടാ. എല്ലാവർക്കും കാര്യം വന്നവനെ. എനിക്കാണെ സങ്കടം കരഞ്ഞു. ഞാൻ ഈ വഴിപാടില്ലാൻ ഒരിടത്തുമില്ല സാറേ, എല്ലായിടത്തും ഞാൻ വഴിപാടിട്ട് വെച്ചിരിക്കും. അവർക്ക് പരാതിയില്ല. പിന്നെ ഇവരെന്തോത്തിനാ ഈ അടുത്ത് ചാടിക്കോ പിന്നെയും കുത്തിപ്പൊക്കി കൊണ്ടുപോകുന്ന എന്തോത്തിനാ? അപ്പൊ ഇവനോടുള്ള എന്തോ വാശി കൊണ്ടല്ലേ? എനിക്ക് തോന്നി പിണറായി സാറിനെ എങ്ങാണ്ട് വിജയാന്നൊക്കെ വിളിച്ചു. അതൊക്കെ ഇവര് നമ്മളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും VD സതീശനും സാറും കൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാ ഇവർക്കൊക്കെ കൂടെ കൂടിക്കൊണ്ട്. അപ്പൊ ഈടൊന്നും ഓർക്കണ്ടേ ഇത് എന്റെ പാർട്ടിയിലുള്ള കൊച്ചാ എന്ന് VD സതീശനൊന്നും ഓർക്കണ്ടേ? വേണ്ടേ? സതീശൻ സാറ് വേണ്ടേ നമ്മുടെ പാർട്ടിയെ കൈ കൊണ്ടു കിടക്കാൻ? അതേസമയത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് മുഴുവനും ഇരിക്കുന്ന അഴിമതിക്കാരല്ലേ? ഇതിൽ പോകാത്ത എത്ര പേരുണ്ട്? അതിനകത്തിരിക്കുന്ന ഒരാളേലും ഉണ്ടോ നല്ലവര്? അവരവരുടെ പാർട്ടിയെ അവർ കണ്ടോ ചേർത്ത് പിടിച്ചിരിക്കുക. അവര് രണ്ടുപേരും കൂടെ കൂടിക്കൊണ്ടായിരിക്കും സാറേ ഇപ്പൊ ഈ കൊച്ചിന് വേണ്ടി ഇങ്ങനെ ചെയ്തതെന്നാ ഞാൻ പറയുന്നത്. അല്ലെ പിന്നെ ഇങ്ങനെ സദ്യ ഉണ്ണാനൊക്കെ പോകുമോ? ഇവര് രണ്ടുപേരും കൂടെ എന്തെങ്കിലും ആലോചിച്ചിട്ടായിരിക്കും. അതല്ലേ ഇവനെ എടുക്കാത്തതിന് എന്തോ ഉണ്ട്, കാര്യം എന്നാ ഉണ്ട്? എന്തേലും കാര്യമുണ്ടോ? ഉണ്ടായിട്ടാണ് ഈ മാറ്റുന്നത്. മറ്റവരുടെ പിണറായി സാറിന്റെ ഒക്കെ എടുത്തിരിക്കുന്ന ആൾക്കാർ മുഴുവൻ തെറ്റ് ചെയ്തവരല്ലേ? അല്ലേ? അപ്പൊ അവരെയൊക്കെ എടുക്കാമെങ്കിൽ പിന്നെ ഇവനെ എടുത്താൽ എന്താണാ ചോദിക്കുന്നത്? എല്ലാരും തിരിഞ്ഞിരിക്കുക. അത് ഞാൻ അറിയുന്നതുകൊണ്ട് ഞാൻ അറിയുന്നവരോട് വിളിച്ചു പറയാ, കോൺഗ്രസ് കയറണേന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ട് അതിനിടയിൽ ഈ ഇതൊരു ഗുലുമാല് കൊണ്ടാക്കിയ കാരണം ഇപ്പം കോൺഗ്രസിന് വോട്ട് കിട്ടത്തില്ല. പെരുമ്പട്ടിവിടെയൊന്നും വോട്ട് കിട്ടത്തില്ല. ഒത്തിരി പേര് പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല, കോൺഗ്രസ്സുകാർ പറഞ്ഞു ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നേ ഇല്ലെന്നാ പറയുന്നത്. വോട്ട് കിട്ടത്തില്ല. എല്ലാ സ്ഥലങ്ങളിലും ഇവർ ഈ പ്രാവശ്യം കയറിയേനെ, എല്ലാ സ്ഥലങ്ങളിലും ഇവർ കയറിയേനെ. ഇവർക്ക് നല്ല ഭൂരിപക്ഷത്തിൽ ഇവർക്ക് ജയിക്കായിരുന്നു. പക്ഷെ ഇതവർക്കൊരു ഇടിവായിപ്പോയി. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കോൺഗ്രസിനെ അങ്ങ് മറന്നു കളഞ്ഞിരിക്കുക. കോൺഗ്രസ് എന്ന സാധനമേ മറന്നു കളഞ്ഞിരിക്കുക. അതിപ്പോ എല്ലാരും പറയുന്നത് നമ്മുടെ ഇതിൽ നിന്ന് ഈ കോൺഗ്രസ് എന്നുള്ള ഈ രാഷ്ട്രീയം മാറിപ്പോകുന്നാ പറയുന്നത്. ഇതിന് നിലനിൽക്കത്തേ ഇല്ലെന്ന്. അപ്പൊ ഇച്ചിരി കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിലേ ഉള്ളൂ. അതിനോട് എല്ലാവർക്കും ഒരു ഇച്ചിരി ഇതുണ്ട്. അതേ ഉള്ളൂ. ഇതിപ്പോ ഇവരിത് തിരിഞ്ഞു വന്നില്ലെങ്കിൽ ഇത് പോക്കാം. ഇപ്പം വേരോടെ വർക്കേറി നമ്മളെ കൊണ്ട് കഴിയുന്ന ഞാൻ അതിന് പറഞ്ഞു കൊടുക്കുവാ എല്ലാരോടും. എന്ത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ അപ്പച്ചന്റെ മോനൊക്കെ ഇതിന്റെ വലിയ ആളാ. അവനോട് ഞാൻ എന്നും പറയും, മോനെ എങ്ങനെയായിരുന്നു നീ അവരോട് പറയാം കൊച്ചിനെ തിരിച്ചെടുക്കാൻ പറ. നമ്മുടെ നാട്ടിലൊന്നും അല്ലേ കൊലയില്ലാതിരിക്കുമല്ലോടാ എന്നൊക്കെ ഞാൻ പറയുന്നു. ഈ ഉണ്ടായിരിക്കുന്ന പ്രശ്നത്തിനെല്ലാം കാരണം സതീശൻ എന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തി മാത്രമാണ്. കാരണം പുള്ളിയുടെ ഡിസിഷനാണ്, പുള്ളിയുടെ തീരുമാനമാണ് ഈ ഒരു ചർച്ചയിലേക്ക് മുഴുവൻ കാര്യങ്ങളെ മാറ്റുക. അല്ലാതെ റിപ്പോർട്ടർ TV ഒരു ന്യൂസ് കൊടുത്തതൊക്കെ അത് പട്ടിയുടെ വില എല്ലാവരും അതൊന്ന് കേൾക്കുമ്പോൾ അടുത്ത ന്യൂസിലേക്ക് മാറും.
ആ ന്യൂസിനെ തുടർന്നുകൊണ്ട് ഒരു റിപ്പോർട്ടർ ചാനലിൽ അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനത്തിൽ വരുന്ന ഒരു ന്യൂസിനെ തുടർന്ന് അവർ ന്യൂസ് വിടും. അവർക്ക് കിട്ടുന്നത് അവർക്കെന്താ വേണ്ടത്? അവരവരുടെ ധർമ്മം ചെയ്യുന്നു. അത് ശരിയായ ധർമ്മമോ തെറ്റായ ധർമ്മമോ അത് ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അവർ ചെയ്യുന്നു. അവരവരുടെ ജോലി ചെയ്യുമ്പോൾ ഇയാളുടെ ജോലി ചെയ്തിരിക്കണ്ടേ? ഓരോരുത്തർക്കും ഓരോ ജോബല്ലേ ഉള്ളത്. മാധ്യമപ്രവർത്തകർക്ക് ഇപ്പോൾ സുനിലിൻ്റെതായിട്ടുള്ള ജോബുണ്ട്, എനിക്ക് എൻ്റെതായിട്ടുള്ള ജോലിയുണ്ട്. അത് വൃത്തിയായിട്ട് ചെയ്യുക. അപ്പോൾ എന്ന് പറയുന്ന മാതിരി വി.ഡി. സതീശൻ വൃത്തിയായിട്ട് ആ ജോലി ചെയ്തിരിക്കണം. അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്ന് ആദ്യം അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. പുള്ളി ഇപ്പോൾ അഡ്വക്കേറ്റാണെന്ന് വിചാരിച്ചിരിക്കുകയെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ സോഷ്യൽ വർക്കറാണ്. പുള്ളി പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചത് എറണാകുളം രാജഗിരി കോളേജിലെ MSW പഠിച്ചത്, സോഷ്യൽ വർക്കാണ് പഠിച്ചത്. അപ്പോൾ സോഷ്യൽ വർക്കിൽ സൈക്കാട്രിയോ അങ്ങനത്തെ ഏതെങ്കിലും പേപ്പറാണോ എടുത്തതെന്ന് എനിക്കറിയത്തില്ല, ഏതാണ് സ്പെഷ്യലൈസേഷൻ എന്നറിയത്തില്ല. അപ്പം പുള്ളി ഒരുപക്ഷെ വിചാരിച്ചിരിക്കുന്നത് ആ ഒരു ഫീൽഡിലാണ് ഞാനിപ്പോഴും ഉള്ളത്, അല്ലെങ്കിൽ വിചാരിച്ചിട്ടുണ്ടോ ഞാനിപ്പോഴും അഡ്വക്കേറ്റാണ്. പക്ഷേ പുള്ളിയുടെ കരിയർ മാറിയത് പുള്ളി അറിയുന്നില്ല. പൊളിറ്റിക്കൽ കരിയറിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ കരിയർ മാറിയെങ്കിലും വേറൊരാൾ കോൺഗ്രസ് പാർട്ടിയിൽ തൊഴിലെടുത്ത് ജീവിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഒരാളേ ഉള്ളൂ. നമ്മളുടെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, മാത്യു കുഴൽനാടൻ. അദ്ദേഹത്തിൻ്റെ കരിയർ, രണ്ട് കരിയറുണ്ട് അദ്ദേഹത്തിന്. ഒന്ന്, അദ്ദേഹം വളരെ വൃത്തിയായിട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന നിയമ പഠനം കഴിഞ്ഞിട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് പുള്ളി, അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ. ഇതൊരു സോഷ്യൽ സർവീസുമായിട്ട് എടുക്കുന്നു തോന്നുന്നു, സോഷ്യൽ സെർവൻ്റ് എന്നുള്ള രീതിയിൽ. സിവിൽ സർവൻറ്റ് എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു വിദേശ രാജ്യത്തൊക്കെ കാണുന്ന പോലെ പുള്ളി വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഇവിടെ UK ആണെങ്കിലും അമേരിക്കയിലൊക്കെ ആണെങ്കിലും അങ്ങനെയാണ്. ആ MLA ആയാലും മന്ത്രി ആയാലും പണിക്ക് പോകണം. പിന്നെ വന്നിട്ട് എത്ര സിവിൽ സർവൻ്റ് ആകാൻ വേണ്ടിയിട്ട് എത്ര സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആദ്യമേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്താൽ അവർക്ക് ഇലക്ഷൻ മത്സരിക്കാൻ പോലും പറ്റത്തുള്ളൂ, നോമിനേഷൻ കൊടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ജോലി ചെയ്യുന്ന സ്ഥലം, എംപ്ലോയർ, ഇതെല്ലാം കാണിച്ചിരിക്കണം. അപ്പം മാത്യു കുഴൽനാടൻ ആ രീതിയിൽ പോകുന്ന ഒരാളാണ്. പക്ഷെ മറ്റാരും കേരളത്തിലാരും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. വേറെ ആരെങ്കിലും വേറെ ജോലിക്ക് പോകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം അവരൊക്കെ എന്ത് ചെയ്യണം? അവരൊക്കെ ഈ പണി തന്നെ വൃത്തിയായിട്ട് ചെയ്തിരിക്കണം. ഇനി മാത്യു കുഴൽനാടൻ ഈ 2 പണി വളരെ വൃത്തിയായിട്ട് ചെയ്യുന്ന ആളാണ്. അയാൾക്ക് ഇച്ചിരി തെറ്റ് പറ്റിയാലും പ്രശ്നമില്ല അദ്ദേഹത്തിന്. കാരണം അദ്ദേഹം ചെറിയൊരു കൈപ്പഴ കൊണ്ട് പറ്റിയത്. അങ്ങനെ പറ്റുന്നുമില്ല, അങ്ങനെ പറ്റത്തുമില്ല. നല്ല ശക്തനായൊരു നേതാവാണ്, ഒരു ആണത്തമുള്ള നേതാവാണ്, നല്ല അഭിപ്രായമുള്ള നേതാവാണ്. അപ്പോൾ വി.ഡി. സതീശൻ ഇതിനെ ഒരു കരിയറായിട്ട് എടുത്തിരിക്കണം. ഇപ്പോൾ നമ്മുടെ K. സുധാകരനൊക്കെ ഇതിനെ കരിയറായിട്ട് എടുത്തു. ഒപ്പോസിഷൻ ആസ് എ കരിയർ എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കരിയറായിട്ട് എടുത്തിട്ട് നടക്കുമ്പോൾ ആ ഒപ്പോസിഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലാവരും ഒപ്പോസിഷൻ, ഇപ്പോൾ കോൺഗ്രസ്സിലുള്ളവരെല്ലാവരും ഇപ്പോഴത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒപ്പോസിഷൻ തന്നെയാണ്. അപ്പോൾ ആ ഒപ്പോസിഷനെ ലീഡ് ചെയ്യുന്ന ആളായിരിക്കണം ഒപ്പോസിഷൻ ലീഡർ എന്ന് പറയുന്നത്. അപ്പോൾ മജോറിറ്റി ഓഫ് ഒപ്പോസിഷൻ പീപ്പിൾ എന്താണ് അവരുടെ മനസ്സെന്ന് വായിക്കാൻ പഠിക്കണം. ആ മനസ്സ് വായിക്കാനുള്ള ഒരു ശേഷി ഇല്ല എങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് സർക്കുലറുകൾ വിടുകയോ അല്ലെങ്കിൽ ഒരു റഫറൻഡം വെക്കുകയോ പബ്ലിക്കിലേക്ക് വിടാതെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ ചെയ്തിട്ട് ഒപ്പോസിഷൻ നേതാക്കന്മാരുടെ അല്ല ഞാൻ പറയണത്, ഒപ്പോസിഷൻ ടീമിൻ്റെ ഒരു അഭിപ്രായം എടുത്തതിന് ശേഷം നടപടിയെടുക്കാം. ഇതാരാ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ? വി.ഡി. സതീശൻ എന്ന് പറയുന്ന വ്യക്തിയാണോ കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത്? വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒപ്പോസിഷൻ ലീഡർ ഇല്ലെങ്കിൽ കോൺഗ്രസ് ഉണ്ടാവും. ഒരുപാട് നേതാക്കന്മാർ ഉള്ളൊരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വി.ഡി. സതീശൻ തന്നെ വേണമെന്നൊന്നുമില്ല. അതിനാരെങ്കിലും ഒരു ആർജവമുള്ള ഒരാളായതുകൊണ്ടാണ് അയാളെ വെച്ചത്. പക്ഷെ അതൊക്കെ പോയി എന്ന് നമുക്ക് ഈ കേസിലാണ് മനസ്സിലാകുന്നത്. പക്ഷേ രാഹുലിനെ പോലൊരു വ്യക്തിയെ ഇനി ഇദ്ദേഹത്തിന് വളർത്തിക്കൊണ്ടുവരാനൊന്നും പറ്റില്ല. അതങ്ങനെ പാഠപുസ്തകം എടുത്ത് വെച്ച് പഠിപ്പിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും അല്ല. അത് രാഹുലായി പഠിച്ചു വന്ന കാര്യങ്ങളാണ് മുഴുവൻ. അതൊരു ഇൻബോൺ ടാലൻ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ആ കുട്ടിക്ക് ഞാൻ പറയാനില്ല, രാഹുലിന്. അപ്പോൾ ആ ഇൻബോൺ ടാലൻറ്റിനെ അദ്ദേഹം ഇത് പൊളിറ്റിക്കൽ കരിയർ ആക്കിയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു സമയമാണ്. അപ്പം ഇങ്ങനെ പല കോൺട്രവേഴ്സീസും വരുന്നേ, സാധാരണ മനുഷ്യന്മാർക്ക് വരുന്നത് പോലെ തന്നെയല്ലേ ഒരു പൊളിറ്റീഷ്യന് വരുന്നതും, എല്ലാവർക്കും വരും. അപ്പോൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നവർ പുറത്തിനിട്ട് ചവിട്ടിയാൽ എന്ത് ചെയ്യും? പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇപ്പം രാഹുൽ എന്താ മിണ്ടാത്തെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. എങ്ങനെ മിണ്ടാൻ പറ്റും? ഒരുത്തനെങ്കിലും വേണ്ടേ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി? ഒരുത്തനെങ്കിലും സപ്പോർട്ട് ചെയ്യണ്ടേ? അതിനുള്ള ആർജവം കാണിക്കാത്ത എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസിലെ നേതാക്കന്മാരെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴും. കാരണം ഇലക്ഷൻ വരികയാണ്, എല്ലാവർക്കും മത്സരിക്കാൻ നിൽക്കണം, എല്ലാവർക്കും സീറ്റ് വേണം. അതാണ് കാരണം, മറ്റൊന്നുമല്ല കാരണം. ഇല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഒരു 3 വർഷം ഇനി ഇലക്ഷന് സമയം ഉണ്ടായിരുന്നു, ഇതിനിപ്പോൾ തീരുമാനമായേനെ പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ പുതിയൊരു ഗ്രൂപ്പും കൂടെ ഉണ്ടായേനെ. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ അസറ്റാണ്. അല്ല ഈ വി.ഡി. സതീശൻ്റെ അസറ്റല്ല. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്ക്. ഈ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ഇപ്പം മാർക്സിസ്റ്റിലോ BJPയിലോ CPMലോ BJP എന്ന് പറയുന്ന സംഘടനയിലോ മറ്റോ ആണോ ഉണ്ടായിരുന്നതെങ്കിൽ അവരൊരു വലയം തീർത്തനെ രാഹുലിന് ചുറ്റും. 1 അല്ല 9 പെണ്ണുങ്ങളുടെ കേസുണ്ടെങ്കിലും അവരൊരു വലയം തീർത്തനെ. തൊട്ടുപോകരുത് ഞങ്ങളുടെ രാഹുലിനെ എന്ന് പറഞ്ഞേനെ.
ആർക്കെങ്കിലും അക്കാര്യത്തിൽ സംശയമുണ്ടോ? ശ്രീ പിണറായി വിജയനായിരുന്നെങ്കിൽ പിണറായി വിജയന് ഒരു ചങ്കും രണ്ട് ചങ്കും ഒന്നും അല്ല ഉള്ളത്. അദ്ദേഹത്തിന് ഒത്തിരി ചങ്കുള്ള മനുഷ്യനാണ്. ഇരട്ടച്ചങ്കെന്നൊന്നും അല്ല അദ്ദേഹത്തെ വിളിക്കേണ്ടത്. അതിലും വലിയ മനുഷ്യനാണ് അദ്ദേഹം. കാരണം എന്തെല്ലാം കേസ് ഇവര് കൊണ്ടുവന്നു. അത് ആരോപണമൊന്നുമല്ല, യഥാർത്ഥത്തിലുള്ള കേസുകൾ കൊണ്ടുവന്ന്. ഇപ്പം നാളെ രാവിലെ വീണ അറസ്റ്റിലാവും, മറ്റന്നാൾ രാവിലെ പിണറായി അറസ്റ്റിലാവും, പിണറായി തീർന്നു. ആ മറുനാടൻ മലയാളിയൊക്കെ എപ്പോഴും വാർത്ത ചെയ്യുന്ന കേൾക്കാമായിരുന്നു. മറുനാടൻ മലയാളി എന്നല്ല, മുഖ്യധാര മാധ്യമങ്ങളെല്ലാം പറയുന്ന കേട്ടായിരുന്നല്ലോ. നാളെ രാവിലെ വീണ വിജയനെ അങ്ങോട്ട് കൊണ്ടുപോകും. ആരൊക്കെ വന്നു, അനങ്ങിയിട്ടില്ല. അതാണ് പൊളിറ്റിക്സ്, അതാണ് പൊളിട്രിക്സ്, അതാണ് ഇയാൾ പഠിക്കേണ്ടത്. ഇവരെ പോലുള്ളവർ, ഇയാൾ ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ആൾ മാത്രമല്ല, ഒരുപാട് പേര് ഇവർ പഠിക്കാനുണ്ട്. ഞാൻ പൂനൂരിൽ നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് സഫിയ എന്നാണ്. ഞങ്ങളൊരു കുടുംബം, ചെറുപ്പം തൊട്ടേ ഞങ്ങളെ മാതാപിതാക്കളൊക്കെ ഒരു കോൺഗ്രസിൻ്റെ ആരാധകരാണ്. അത് കണ്ട് ഞങ്ങൾ 7 മക്കളും ഞങ്ങളും ഉണ്ട്. അന്ന് തൊട്ടേ കോൺഗ്രസിൻ്റെ എല്ലാ ഇതിനും ഞങ്ങൾ സജീവമായിട്ട് കൂടുന്നവരും എല്ലാം തന്നെയാണ് മക്കളൊക്കെ. ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഓരോരോ ചെറ്റത്തരമൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും വെറുപ്പാണ് കോൺഗ്രസിനോട്. പക്ഷെ എല്ലാരോടും ഇല്ല കേട്ടോ. നാളേക്കുള്ള ഭാവിയിലേക്ക് വളർന്നു വരുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ കാര്യമൊക്കെ തന്നെ ഈ കള്ളാംക്ക് സതീശൻ ഓനും ചേനത്തലിയൊക്കെ അല്ലേ, ഓൻ്റെ ഒക്കെ ലക്ഷണം കെട്ട സ്വഭാവം കൊണ്ടാണ് കോൺഗ്രസിനെ വളരെ പിന്നോട്ടാക്കി നാറ്റിക്കുന്നത്. ഇവരൊക്കെ കയ്യിൽ നിന്നൊന്ന് എടുത്ത് ചവറ്റക്കൊട്ടയിൽ എറിഞ്ഞാൽ തന്നെ കോൺഗ്രസ് നന്നാകുകയും ചെയ്യും, ഭരണം ഭരിക്കുകയും ചെയ്യും, എല്ലാം ചെയ്യും. ഈ രാഹുൽ ഗാന്ധി കണ്ടോ, പാവം ഈ ഇന്ത്യക്ക് വേണ്ടി കോൺഗ്രസിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് എന്തെല്ലാം ത്യാഗം സഹിച്ചിട്ടാണ് അതും പ്രിയങ്ക ഗാന്ധിയൊക്കെ നടക്കുന്നത്. എന്നിട്ട് ഇവനെ പോലത്തെ ഈ ചെറ്റകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ചവറ്റക്കൊട്ടയിൽ എറിഞ്ഞാൽ തന്നെ കോൺഗ്രസ് നന്നാവും. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്ത് കാര്യത്തിൽ നിന്നും മനസ്സ് തുറന്ന് സംസാരിക്കുന്ന നാളേക്ക് വളരുന്നൊരു തലമുറയാണ് രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ, സന്ദീപ് വാര്യർ, ചാണ്ടിയുമ്മൻ. ഇതെല്ലാം നാളേക്കുള്ള തലമുറ. അന്നപ്പൊക്കെ ഇവന് എല്ലാം കൈയിട്ട് വാരാൻ ഇവരൊക്കെ കുറച്ച് തലമുറ വളർന്നു വരുമ്പോൾ ഇവന് കഴിയൂല എന്നുള്ളതിൻ്റെ ഏക തെളിവായി ഇവനെ കാണിക്കുന്നത്. ഓരോരോ പട്ടവേശി ആണും പെണ്ണും കെട്ട ജാതി പെണ്ണുങ്ങളൊക്കെ അങ്ങോട്ട് വരുമ്പോൾ ഇളിമ്പ്യനായി ഞാൻ ഇളിക്കുന്ന കണ്ടില്ല. എൻ്റെ മോന്തെ ചേന പോലത്തെ മോന്തയായിട്ട് ഇളിച്ചിട്ട് ഈ കോൺഗ്രസ് പാർട്ടിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ്റെ ഒക്കെ ഏറ്റവും ചെറ്റക്കൊക്കെ എന്താ പറയേണ്ടി തെറിയെന്ന് നമുക്ക് ഓർമ്മയില്ല. കാരണം ഇതെല്ലാവരും കേൾക്കുകയും കാണുകയും ചെയ്യും. നിങ്ങളും കേൾക്കും. നല്ലൊരു ചാനലാണ് നിങ്ങളെ ഇത്. എല്ലാവർക്കും ഒരു മനസ്സ് തുറന്ന് കാണാൻ പറ്റിയ ചാനലാണ് നിങ്ങൾ എല്ലാവരും മുന്നിൽ കാഴ്ച വെക്കുന്നത്. എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് നമ്മൾക്ക് പാലക്കാട്ടേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കണം. ഇവൻ്റെ തന്തൻ്റെ വകയൊന്നല്ല കോൺഗ്രസ്. ഇവൻ ചെലുക്കുന്ന ചിലയൊക്കെ കേട്ടിക്കാണെങ്കിൽ എല്ലാവരും വിചാരിക്കും ഇവൻ വലിയ രാജാവാണ്. ഇവനൊരു നിലയും വലിയ ബഹുമാനം ഉണ്ടായിരുന്നു. അതൊക്കെ ഇവൻ തന്നെ നാറ്റിച്ച് ചെറ്റ. ആർക്കും കണ്ണു നേരെ കണ്ടുകൂടാണ്ടാക്കി. കേക്കൊക്കെ അല്ലേ ഓൻ്റെ ഒന്നായിട്ട് ഓൻ്റെ തൊള്ളയിലും എവിടെയും തേച്ചാലും മതിയാവില്ല. ഇവനൊക്കെ അല്ലേ മോന്ത് ശരിക്കും നേർക്ക് നേരെ കണ്ടിക്കാണെങ്കിൽ ഓൻ്റെ മോന്ത നോക്കി വർത്താൻ പറയും. അത്രക്ക് ദേഷ്യമുണ്ട് മനുഷ്യന്. അത്രക്ക് ദേഷ്യം പകയുണ്ട്. ചേനത്തലി അങ്ങനെ തന്നെ. ചേനത്തലക്കും ഇവനൊക്കെ രാഹുൽ മാങ്കൂട്ടോ ഈ ചെറുപ്പക്കാർ വളർന്നു വരുന്നതിൽ ഭയങ്കര അസ്വസ്ഥത ഉണ്ട്. അതുകൊണ്ടാണ് ഇവർ ഈ കാണിക്കുന്ന ഈ തമ്മാടിത്തരം. ഇത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട്ടേക്ക് എത്തിക്കണം. ജനങ്ങൾക്കുള്ള വികാരാണ് ഈ പറയുന്നത്. ഇവരെ ഈ തമ്മാടിത്തരത്തിന് ഇവനൊന്നും ഒഴിച്ചിട്ട് കൊടുക്കരുത്. അവനൊന്നും പറയാണ്ടിരിക്കുന്നുണ്ടോ. അവൻ ചൂണ്ടി ഒക്കെ വിരല് ചൂണ്ടിയൊക്കെ ചിലക്കുന്ന ചില കേട്ടിക്കാണെങ്കിൽ മനുഷ്യനായിരിക്കണം, ചോറ് തിന്നുന്ന മനുഷ്യനായിരിക്കണം. എല്ലാം തന്നെ ഈ ഫോണിങ്ങോട്ട് നോക്കി രാവിലെ തുറന്നിക്കാണെങ്കിൽ അല്ലേ പിണറായി വിജയൻ്റെയും മോളെയും കള്ളക്കഥ മാത്രമേ എനിക്ക് കേൾക്കാനുണ്ടായി. ഇപ്പം ഏതായാലും കാണാൻ കോലവും ചെയ്യലുള്ള ഒരു മുഖം കാണും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ. മറ്റേ പിണറായിൻ്റെ ഞങ്ങൾ എപ്പം പ്രാർത്ഥിക്കല ഇനി ചെങ്ങായിൻ്റെ മോന്തൊന്ന് കാണാണ്ട് നിന്നാൽ മതിയായിരുന്നു. തന്തയും മോളോ കട്ട് മുടിച്ച് കേരളം കുട്ടിച്ചോറാക്കി ഞാൻ എല്ലാം കൂടി ഇപ്പോൾ എല്ലാം നല്ല ആളാണ്. മടി കനല്ല എന്ന് പറഞ്ഞു. അവൻ്റെ മടിയിലല്ല കനുള്ളത്. കട്ട് മുടിച്ച് ഏതായാലും ഈ പരുവത്തിലാക്കി നാട് മുഴുവനും. പാവപ്പെട്ട വയനാട്ടിലൊക്കെ ഉരുള് പൊട്ടി എത്ര എണ്ണത്തിന് ജീവൻ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഓനായിട്ടുണ്ടോ? എന്തോന് പിന്നെ
പൈസ അല്ല. രാജാവിന്റെ ദുരിതാശ്വാസത്തിലേക്ക് പറഞ്ഞിങ്ങാന് എല്ലാരും കൊടുത്ത് ഓന്റെ മടി കനം തൂങ്ങി. പിന്നെ ഓന് ഇപ്പം പിന്നെ മോദിനെ പറയാ, മോദി തരായിട്ട് എന്ത് പാച്ച നുണേന് കള്ളത്തമ്മാടികളെ. ഇതുകൊണ്ടാണ് ഇതാകെ കേരളം കുട്ടിച്ചോറായി നിലംപൊത്തി. ഇനിയിലും വലിയത് ഇനി എന്തോ വരാനുണ്ടോ? ലീലാമ്മേന്നാ എന്റെ പേര്, കൊല്ലം. പിന്നെ സാറേ, എനിക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം കുറച്ച് നാളുകൊണ്ട് പറയാൻ എനിക്കൊരു സമാധാനമില്ല. കാരണം ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് സാറേ ആങ്ങളമാരും ഭർത്താക്കന്മാരും ഉള്ള ഞമ്മക്കുള്ളതാ. ഇതുപോലൊരു നല്ല മനുഷ്യനെ കേരളം ഇന്നേ വരെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. കാരണം അത്രയ്ക്ക് ഈ കോൺഗ്രസ് പാർട്ടിയോടും പിന്നെ നമ്മുടെ ഈ BJPയോടും കിട പിടിക്കാൻ ഈ കോൺഗ്രസിൽ ഇന്ന് വരെ ഈ രാഹുൽ മാങ്കോട്ടവും ഷാഫി പറമ്പിലും അല്ല അപ്പുറത്തൊരാൾ വന്നിട്ടില്ല. അപ്പൊ ഈ ഒരു ഇവരെ എങ്ങനെയല്ലോ ഒതുക്കി ഈ VD സതീശൻ. എന്തോ സാറേ, ഈ VD സതീശനും പിന്നെ ഈ പിണറായിയും തമ്മിൽ എന്തോ ഒരു വ്യത്യാസം. ഇപ്പൊ ഞങ്ങളൊക്കെ കോൺഗ്രസ്സുകാരാ, അല്ലാതെ ഞങ്ങൾ ആരും വേറൊരു പാർട്ടിക്കാരല്ല. കാരണം ഇപ്പൊ ഇവര് പുതിയ നിയമം ഇറക്കിയേക്കുന്നത് എന്തോന്ന് സാറിന് കേൾക്കണോ? നമ്മൾ വാർഡ് തലത്തിൽ നിന്ന് വരെ 60,000 രൂപ പിരിച്ച് ഇവർക്ക് കൊടുക്കണമെന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഇലക്ഷന് വേണ്ടി. അപ്പൊ ഇവര് ഞങ്ങളെ ഇപ്പം പിണറായിയുടെ കൂട്ട് നമ്മളെ അടിമകളാക്കുമല്ലേ ഇവർ ചെയ്യുന്നത്, ഇല്ലയോ? ഈ പിണറായിയും ഈ VD സതീശനും തമ്മിൽ എന്തോ വ്യത്യാസം. ഇവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്ന് ഈ നല്ല കയറി വരുന്ന ചെറുപ്പക്കാർ പിള്ളേരെ എല്ലാം കൂടെ ഇല്ലാതാക്കൊണ്ട് ഈ കളവെന്ന് വെച്ചാൽ ഈ VD സതീശനും രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ K സുധാകരൻ എന്തോ നല്ല മനുഷ്യനായിരുന്നു. ആ പുള്ളിക്കാരനല്ലേ KPCC പ്രസിഡന്റായിട്ട് ഇരിക്കേണ്ടത്? ആ പുള്ളിയോട് കിടപിടിക്കാൻ വേറൊരാളുണ്ടോ? അവരെ എല്ലാം താഴെ ഇറക്കി. അപ്പൊ ഈ കോൺഗ്രസിനെ ഇവർ നശിപ്പിക്കുക. യഥാർത്ഥത്തില് കോൺഗ്രസിനെ ഇവര് കേരളത്തിൽ നിന്ന് നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് സാറ് പ്രതികരിക്കുമ്പോ എന്തോ ചെയ്യണം, ഈ കോൺഗ്രസിലുള്ള ആൾക്കാരോട് തന്നെ സംസാരിക്കണം. എല്ലാ നാട്ടുകാർ ഇവർക്ക് എതിരായിട്ടാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ പോയാലുണ്ടല്ലോ, ഇവര് മൂന്നാം പിണറായി സർക്കാരിനെ കയറ്റാൻ വേണ്ടി ഇവര് പൈസ വാങ്ങിച്ചിട്ടാണ് ഞാൻ പറയും. ഞാനെന്നല്ല, എല്ലാരും അങ്ങനെ തന്നെയാ പറയുന്നത്. അതുകൊണ്ട് സാറ് ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാറ് പറയണം. ജനങ്ങൾ അറിയണം. ഇത് ചിന്തിക്കാത്തവര് ചിന്തിക്കണം. ഇവര് മൂന്നാം പിണറായി സർക്കാരിനെ കയറ്റാൻ വേണ്ടി ഇവര് കാശ് കൊടുത്ത് നമ്മുടെ കോൺഗ്രസിനെ ഇവര് നശിപ്പിച്ചതാ. വിറ്റെന്ന് പറയാം നമുക്ക്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഭയങ്കര വിഷമമുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ട് അടികൊണ്ട് തെരുവിൽ കിടന്ന് അടികൊണ്ട് യൂത്ത് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ആരുണ്ട് സാറേ? ഈ ഷാഫി പറമ്പലിന്റെ കൂട്ടുള്ളവര്. ഇവരൊക്കെ എന്തോ ഈ കാണിക്കുന്നത്? യഥാർത്ഥത്തിൽ ആ ചെറുപ്പക്കാരനെ നശിപ്പിക്കുകയല്ലേ ചെയ്ത്. അതുപോലുള്ള ആൾക്കാർ കയറി വന്നാലല്ല നമുക്ക് DYFയോടൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇവരൊക്കെ എന്ത് ചെയ്യുന്നത്? അതുകൊണ്ട് സാറ് പറയുമ്പോ എങ്ങനെയാണെങ്കിലും സാറ് ഈ യൂട്യൂബിലൊക്കെ പറയുമ്പോ ഈ കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് പറയണം. ഇവരിങ്ങനെ പോയാൽ അടുത്ത UDF വരത്തില്ല. എങ്ങനെയാണെങ്കിലും ഈ പയ്യനെ നശിപ്പിക്കുക എന്നുള്ള, പയ്യനെന്നല്ല, കോൺഗ്രസ് പാർട്ടി ചെറുപ്പക്കാർ കയറി വരാൻ ഈ കളവന്മാർ സമ്മതിക്കത്തില്ല. ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല. ചെറുപ്പക്കാർ വന്നാലല്ല മറ്റുള്ളവരോട് പിടിച്ചു നിൽക്കത്തില്ല. ഈ കളവന്മാർ മേലെ തട്ടില് വെള്ളം ഇട്ട് കോളവും ചുളിയാതെ അവിടെ ഇരിക്കത്തുള്ളൂ. താഴെക്കെട്ട് ഞങ്ങളെ കൂട്ടുള്ളവരാ പ്രവർത്തിക്കുന്നത്. ഞങ്ങളെ കൂട്ടുള്ളവർ പ്രവർത്തിച്ചാലേ അവർക്കൊക്കെ ഉള്ളൂ. ഇപ്പം പുതിയ നിയമം കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് 60,000 രൂപ നമ്മൾ വാർഡ് തലത്തിൽ നിന്ന് പിരിച്ച് അവർക്ക് കൊടുക്കണമെന്ന്. അതൊക്കെ ഇവരൊക്കെ എന്തോ ഈ കാണിക്കുന്നത്? അപ്പൊ ഈ പിണറായിയും VD സതീശനും തമ്മിൽ എന്തോ വ്യത്യാസം? ഈ ചെറുപ്പക്കാരനെ ചെറുക്കൻ ചിലപ്പോ ആരും നോക്കി കാണും. നോക്കിയാൽ നല്ല പയ്യൻ, എങ്ങനെ നോക്കിയാലും ഒരു കുറ്റം പറയാനില്ല. അപ്പൊ ആ പുള്ളിക്കാരനെ തകർക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോഴത്തെ പുള്ളിക്കാരന്റെ. എങ്ങനെയാലും ഈ ചെറുക്കനെ നശിപ്പിക്കുക, അതാണ് ഇപ്പോഴത്തെ ഇവരുടെ ലക്ഷ്യം. ഇവരെ എല്ലാവരും ഒന്നുമില്ല. രമേശ് ചെന്നിത്തല, VD സതീശനെ, ഇവർ രണ്ടിലാണ് കൂട്ടുകെട്ട്. ബാക്കി എല്ലാവരും ഞാൻ ചോദിക്കുന്നത്, ഈ ഉമ്മ തോമസ് ഒക്കെ എന്ന് പറഞ്ഞ ചക്കയ്ക്കൊക്കെ എന്തോ അറിയാം? അവരൊക്കെ എന്തോ അഭിപ്രായം അറിയാം. പക്ഷെ ഷാനിമോൾ ഉസ്മാനൊക്കെ അങ്ങനെ പറയരുതായിരുന്നു. കാരണം നമ്മളും ഈ പാർട്ടി തന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ഏകദേശം എല്ലാവരെക്കാട്ടിലും ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പൊ ഇവര് ഇപ്പൊ പണ്ടത്തെ പിണറായി പറയുന്ന പോലെ VD സതീശൻ പറയുന്ന പോലെ ഇവര് കേൾക്കുന്നു. പിണറായി പറയുന്ന പോലെ അടിമകൾ ഇവരും അടിമകളായി പോയി, നമ്മുടെ പാർട്ടിക്കാരും അടിമകളായി പോയി. എന്നാൽ ഞങ്ങളാരും വോട്ടിന് പോലും പോകുന്നില്ലെന്ന് പറഞ്ഞിരിക്കുക. ഇപ്പൊ സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് കൊണ്ട് പാരമ്പര്യമായിട്ട് കോൺഗ്രസ്സുകാർ തന്നെ. പക്ഷെ ഈ VD സതീശനെ കോൺഗ്രസിൽ നിന്ന് മാറ്റണം, ഒറ്റപ്പെടുത്തണം എല്ലാവരും. ഇതേ അനുഭവം അയാൾക്ക് വരണം. ഇതിൽ കാശ് വാങ്ങിച്ചോണ്ടാന്നുള്ളത് പണ്ടൊക്കെ ആയിരുന്നു ജനങ്ങളെ, പൊതുജനത്തെ കഴുതകളാക്കാൻ പറ്റുന്നത്. ഇപ്പം കഴുതയാക്കാൻ പറ്റത്തില്ല ആർക്കും. തലപ്പത്തിരുന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ലെന്ന്. ഇപ്പോഴത്തെ കുഞ്ഞു പിള്ളേർക്ക് വരെ എല്ലാ കാര്യവും മനസ്സിലാകും. ഈ പോക്ക് വന്നാൽ UDF വരത്തില്ല. UDFനെ തകർക്കാൻ വേണ്ടി തന്നെ അയാൾ ചെയ്യുന്നത്. UDF മൂന്നാം പിണറായി സർക്കാരിന് വേണ്ടി ഇയാള് ദല്ലാള് പണി ചെയ്യുക. ഇപ്പം
ഈ വി ഡി സതീശൻ. നമ്മൾ അന്വേഷിച്ച് നമ്മൾ കഴിയുന്നു. പിന്നെ നമുക്കൊരു പാർട്ടി വേണമല്ലോ. അങ്ങനെ നമ്മൾ നേരത്തെ തൊട്ടേ കോൺഗ്രസ്സുകാരായതുകൊണ്ട് നമ്മൾ ആ പാർട്ടി ഞങ്ങൾ എല്ലാവരും വെറുത്തങ്ങ് ഇയാളെ അങ്ങ് വെറുത്തെന്ന് പറഞ്ഞാൽ വെറുത്ത്. ഇയാളെ എവിടെ നിന്നാലും ഏത് പണി ചെയ്തു ഇയാളെ തോപ്പിക്കണമെന്ന എല്ലാ കോൺഗ്രസ്സുകാരും പറയുന്നത്. ഇയാൾ ഇനി ഈ UDF കാണരുത്. കോൺഗ്രസ് പാർട്ടിയോട് നമുക്ക് വെറുപ്പില്ല. രാഹുൽ ഗാന്ധി കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ? ഈ നാശങ്ങളൊക്കെ എല്ലാം കൂടെ കൂടി കേരളത്തെ നശിപ്പിക്കുമല്ലയോ? ആ പുള്ളിക്കാരനൊരു പിന്തുണ കൊടുക്കും. അതിനിടയ്ക്ക് എന്ന് വന്ന് ഈ രാഹുൽ മാങ്കുട്ടൻ എന്നും പറഞ്ഞ് എന്തിനു കിടന്ന് ഇങ്ങനെ ഇവരെല്ലാം കൂടി ഇതിനകത്ത് കിടന്ന് തകർക്കുക? ഇതിനെക്കാട്ട് വലിയ വലിയ കാര്യങ്ങൾ വന്നിട്ട് ആർക്കും ചർച്ചയിലില്ല. രാഹുൽ മാങ്കുട്ടത്തെ അങ്ങ് എല്ലാരും നോട്ട വിട്ടേക്കുക. BJPക്കാർക്ക് അനങ്ങണ്ട, കമ്മ്യൂണിസ്റ്റുകാർക്ക് അനങ്ങണ്ട, വേറെ കാര്യങ്ങൾ വരുമ്പോ രാഹുലിനെ നോട്ടുന്ന പ്രതിപക്ഷ നമ്മുടെ ഈ പിണറായിയുടെ മുഖത്ത് നോക്കി കൈ ചൂണ്ടി സംസാരിക്കാൻ ആംബിയറുള്ള ഈ 3 പാർട്ടിയിൽ രാഹുൽ മാങ്കുട്ടൻ മാത്രമേ ഉള്ളൂ. കാരണം ഈ പുള്ളിക്കാരൻ നേരെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇവരെല്ലാം കൂടെ കൂടി പിണറായിക്കും ഈ പുള്ളിക്കാരൻ വളർന്നു വന്ന കുഴപ്പമാണ്, VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും കുഴപ്പമാണ്, BJPക്കാർക്കും കുഴപ്പമാണ്. അപ്പൊ ഇവരെല്ലാം കൂടെ ഒറ്റ സെറ്റായിട്ട് ഇയാളെ നശിപ്പിക്കാന്നുള്ള, അല്ല ഇയാൾ തെറ്റ് ചെയ്തിട്ടൊന്നുമല്ല. ഇത്രയും വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ഒരു പക്ഷെ തെറ്റ് ചെയ്താൽ തന്നെ അയാൾക്ക് അറിയത്തില്ല അതെങ്ങനെ വേണമെന്ന്. അതൊക്കെ പരസ്യമായിട്ട് ഓരോരുത്തരും കൊണ്ട് നോക്കാം. അതൊക്കെ അയാൾക്ക് കോമൺ സെൻസ് ഇല്ലേ? ആ പുള്ളിക്കാരൻ നല്ല വിദ്യാഭ്യാസമുള്ള ആളാ. ഈ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ നമ്മുടെ ഈ ആൾക്കാരോട് മറുപടി വേണമെങ്കിൽ ഈ പുള്ളി മാത്രം വേണം. അങ്ങനെ ഇരിക്കുക. എനിക്ക് ഒത്തിരി നാളുകൊണ്ട് എനിക്കങ്ങ് ഇത് കാണുമ്പോ രക്തം തിളയ്ക്കുമോ. ഞങ്ങൾ ഈ വനിതകൾക്കല്ല, പൊതുജനം ഒന്നും കഴുതകളൊന്നുമല്ല. പണ്ടായിരുന്നു ഒരാൾ പറയുന്നത് മറ്റൊരാൾ കേൾക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആൾക്കാരല്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.